കേരള സർവകലാശാലയിലെ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ അനുനയ നീക്കം വീണ്ടും പാളി. വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ വിളിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. അതേസമയം മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ അംഗീകരിക്കാതെ സമവായത്തിനില്ലെന്ന് VC നിലപാട് വ്യക്തമാക്കി. സർവകലാശാല ചാൻസലറായ ഗവർണറെ മുഖ്യമന്ത്രി ആദ്യം കണ്ടു. തൊട്ടുപിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണറെ കാണാൻ രാജ്ഭവനിലെത്തി. ഇവിടെയും സമവായം പാളിയതോടെ കൂടിയാണ് VC വഴി അനുനയത്തിന് വീണ്ടും സർക്കാർ ഒരുങ്ങുന്നത്. ഇന്ന് രാവിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു VCയെ ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ അനുനയ നീക്കത്തിന് തയ്യാറല്ലെന്നും KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അംഗീകരിക്കും വരെ നിലപാട് തുടരുമെന്നും ഡോക്ടർ മോഹൻ കുന്നുമേൽ വ്യക്തമാക്കി. ഇതോടെ രണ്ടാം തവണയും മന്ത്രിതല അനുനയ നീക്കം പാളിയിരിക്കുകയാണ്. അതേസമയം യൂണിയൻ ഫണ്ട് ലഭിക്കാൻ SFI മുൻ രജിസ്ട്രാർ അനിൽകുമാറിനെ കൈവിട്ടു. അനിൽകുമാറിനെ ഒഴിവാക്കി രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ മിനി കാപ്പൻ ഫണ്ട് അനുവദിക്കാനുള്ള ഫയല് കൈമാറി. മിനി കാപ്പന്റെ ശുപാർശയോടുള്ള ഫയലിൽ വൈസ് ചാൻസലർ 10 ലക്ഷം രൂപ ആദ്യ ഗഡുവായി യൂണിവേഴ്സിറ്റി യൂണിയന് അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടു. ഇന്ന് തന്നെ തുക യൂണിയന് കൈമാറണമെന്ന VC ഫൈനാൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് സുരക്ഷയിൽ സർവകലാശാലയിലെത്തിയ VC പ്രധാന ഫയലുകളിൽ ഒപ്പുവെച്ചു. ജനം, തിരുവനന്തപുരം.